നിങ്ങൾക്കറിയാം ബ്രിട്ടന്റെ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. അദ്ദേഹം ബംഗ്ലാദേശ് ഒറിജിനാണ്, ലണ്ടനിൽ ജനിച്ചു വളർന്നതാണ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ലണ്ടൻ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ലേബർ പാർട്ടിയുടെ സീനിയർ ലീഡർ കൂടിയാണ്. കഴിഞ്ഞ സമയത്ത് ഈദ്ഗാഹുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ലണ്ടനിൽ വെച്ച്. ആ പ്രസംഗത്തിനകത്ത് അദ്ദേഹം ഇസ്രായേലിനെ മാത്രമല്ല കുറ്റം പറഞ്ഞത്, ഹമാസിനെ എതിർക്കുന്നവരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഈദ്ഗാഹ് പ്രാർത്ഥനാ സമയത്ത് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് വലിയ പ്രശ്നമാണ് അമേരിക്കയിലും ഇസ്രായേലിലും ഉണ്ടായിരിക്കുന്നത്. ലോകം മുഴുവനും, അത് മറ്റുള്ള രാജ്യങ്ങളും അതിനെപ്പറ്റി പ്രതികരിക്കാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. എങ്ങനെയായിരിക്കും ഒരു ഡിപ്ലോമാറ്റിക്കലി ലണ്ടൻ മേയർക്കെതിരെ നടപടിയെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ UK പ്രൈം മിനിസ്റ്റർ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അവിടെ പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഡച്ചിലെ ആംസ്റ്റർഡാമിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന വാക്ക്. ഇപ്പം ബ്രിട്ടന് തിരിച്ചടി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. സ്ട്രോങ്ങസ്റ്റ് രാജ്യമാണ്. അതായത് ബ്രിട്ടീഷ് മേയർക്കെതിരെ, അയാളുടെ ഓഫീസിനെതിരെ സാങ്ഷൻ, ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. ഇതിനെ പൂർണ്ണമായിട്ടും പ്രഷർ വന്നിരിക്കുന്നത് ഇസ്രായേലാണ് പ്രഷറൈസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയും ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ മുകളിൽ ശരിക്കും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഈ പറയുന്ന സാദിഖ് ഖാനെ അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് സാദിഖ് ഖാനെതിരെ, അതായത് ബ്രിട്ടീഷ് ലണ്ടൻ മേയറിന്റെ ഓഫീസിനും സാദിഖ് ഖാനെതിരെ സാങ്ഷൻ ഏർപ്പെടുത്താൻ. ഇതുമായിട്ട് നടത്തുന്ന ചർച്ചകളിലൊക്കെ പറയുന്നത്, ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു മേയർ, പ്രത്യേകിച്ച് ലണ്ടൻ, അതേപോലെ UK പോലൊരു രാജ്യത്തെ മേയർ പരസ്യമായിട്ട് ആന്റി സെമറ്റിക്, അതിനൊരു ആഹ്വാനം കൊടുക്കുകയാണ് ഈദ്ഗാഹിന്റെ പ്രാർത്ഥനാ സമയത്ത് നടന്ന പ്രസംഗത്തിലെ. അതായത് പരസ്യമായിട്ട് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പുള്ളി പാലസ്തീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഡയറക്ട്ലി പുള്ളി പറയുന്നത് ഹമാസിന് അനുകൂലമായിട്ടാണ് പറയുന്നത്. ഇസ്രായേൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹമാസ് 1200 പേരെ കൊന്ന കാര്യം, അതായത് ഒക്ടോബർ 8 2023, ഇതിനെപ്പറ്റി ആളൊരു അക്ഷരം മിണ്ടുന്നില്ല. അവിടെ പറയുന്ന ഇസ്രായേൽ ബോംബ് ചെയ്തു, ഹമാസിന് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കണം. ഇത് തന്നെയാണ് ലോകത്തിലെ ടെറർ ഓർഗനൈസേഷൻ പറയുന്നത്, ഹമാസിന് അനുകൂലമായിട്ട് പ്രാർത്ഥന. ഈദിന്റെ സമയത്ത് ഇത് വലിയ ഇഷ്യൂ ആണ് ലണ്ടനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ലണ്ടനിലെ പൊളിറ്റിക്കൽ സർക്കിളിലാണെങ്കിൽ ലേബർ പാർട്ടിയിലും അറിയാൻ സാധിക്കുന്ന, ഇയാൾക്കെതിരെ പ്രഷർ മൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ, അമേരിക്കൻ സാങ്ഷൻ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ്, അതായത് ലേബർ പാർട്ടി തന്നെ തീരുമാനിച്ചെങ്കിൽ ഇയാളെ റിസൈൻ ചെയ്യാൻ. ഒന്നാമതൊരു കാര്യം മനസ്സിലാക്കുക, ബ്രിട്ടനാകെ ഒരു ആന്റി ഇസ്ലാമിക് സംഭവമായിട്ട് കയറി അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് റിഫോംസ് പാർട്ടി വളരെയധികം സ്ട്രെങ്തൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. UKയുടെ എക്കോണമി ഒരു ഏതാണ്ട് പാരാലിറ്റിക് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ലണ്ടൻ മേയർക്കെതിരെ ഇങ്ങനൊരു പ്രസ്താവന, നേരത്തെ ഇയാൾക്കെതിരെ പല രീതിയിലുള്ള സ്ട്രോങ് അലിഗേഷൻ ഉണ്ടായിട്ടുണ്ട്. പല അലിഗേഷൻ, അതായത് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അവിടെയുള്ള ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻ്റ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ സഹായിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ട്. പിന്നീട് ഇന്റർനാഷണലി, അതായത് ഹമാസ് ഉൾപ്പെടെയുള്ള ടെറർ ഓർഗനൈസേഷനെ സഹായിക്കുന്ന രീതിയിലുള്ള അപ്രോച്ച് സാദിഖ് ഖാൻ പല സമയത്തും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൺസർവേറ്റീവ് പാർട്ടി, UK റിഫോംസ് പാർട്ടി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇയാളെപ്പറ്റി ശരിക്കും ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ സാദിഖ് ഖാനെ പറ്റി. ഇപ്പോൾ ഓപ്പണായിട്ട് ഇത് വന്നതിൻ്റെ കാരണം കൊണ്ട് നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കൻ ടാരിഫാണ്. അതേപോലെ തന്നെ ഉക്രൈൻ-റഷ്യ വാർ. ഈ ഒരു സന്ദർഭത്തിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലെ പിടിച്ച് നടക്കുകയാണ്. പഴയ രീതിയിലുള്ള ബ്രിട്ടൻ എന്നുമല്ല ഇന്നത്തെ ബ്രിട്ടനിലുണ്ടായിരിക്കുന്ന ഇസ്ലാമിക രീതിയിലുള്ള ടെറർ ആക്ടിവിറ്റീസ് പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കുന്ന സ്റ്റേറ്റുകളിലുണ്ടാക്കിയൊരു മാറ്റം, അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടായ മാറ്റം, ഇതൊക്കെ വലിയ രീതിയിലാണ് UKയിലെ ഡിസ്കഷനും ഗ്ലോബലായിട്ട് നടക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, റഷ്യ
ഏറ്റവും കൂടുതൽ ഇതേപോലെ പോവാണ് റഷ്യ UK സിറ്റി പോലെ ആകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ ഒഴിവാക്കണം. ഈ സാദിഖ് ഖാന്റെ ചർച്ച എന്ന് പറയുന്നത് അമേരിക്ക ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലേബർ പാർട്ടികളെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ വലിയൊരു സാങ്ഷൻ, അമേരിക്കൻ സാങ്ഷൻ ബ്രിട്ടീഷ് മേയർക്കെതിരെ വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അപ്പം അങ്ങനൊരു നിലയും അമേരിക്കൻ സാങ്ഷനും അതേപോലെ ടാരിഫും, അതായത് UK റഷ്യ വാർ, ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഇയാളോട് വീട്ടിൽ പോയിരിക്കാൻ പറയാനുള്ള സാഹചര്യം കൂടുതലാണ്. പിന്നീട് ഞാൻ അറിയാൻ സാധിക്കുന്ന ബ്രിട്ടനിൽ നിന്ന്, അതായത് ഇവിടുത്തെ ലണ്ടൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് അറിയാൻ സാധിക്കുന്നത്, ലേബർ പാർട്ടിക്കകത്ത് തന്നെ സാദിഖ് ഖാനെതിരെ വലിയ പ്രശ്നമുണ്ട്. കാരണം ഒരു പ്രോ ഇസ്ലാമിക് അല്ല, റാഡിക്കൽ ഇസ്ലാമിനെ സഹായിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് സാദിഖ് ഖാനുള്ളത്. ഇയാൾ മറ്റ് പലരോടും, ഇവരുടെ പല ഓർഗനൈസേഷനുണ്ട് ഇവരുടെ UK അതിന് ഫണ്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ള അലിഗേഷൻ ഇയാൾക്കെതിരെയുണ്ട്. അതായത് ലണ്ടൻ സിറ്റിയെ പൂർണ്ണമായിട്ട് ഒരു പ്രോ ഇസ്ലാമിക്, റാഡിക്കൽ ഇസ്ലാമിക് ആയിട്ട് മാറ്റുവാൻ ശ്രമിക്കുന്ന മേയർ എന്നുള്ള ആരോപണം സാദിഖ് ഖാൻ നേരിടുന്നുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് അമേരിക്ക സാങ്ഷൻ കൊടുക്കുകയും അതേപോലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് താക്കീതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മേയർ പ്രോ റാഡിക്കൽ ഇസ്ലാമിനെയും ടെററിസ്റ്റിനെ സഹായിച്ചു എന്ന പേരിൽ പുറത്തു പോകുന്നത്. ചിലപ്പോൾ ബ്രിട്ടന്റെ ഒരു ചരിത്രത്തിൽ വലിയൊരു, കാരണം ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു ഇഷ്യൂ ആയിട്ടൊക്കെ മാറും. കാരണം ഇസ്രായേൽ ഇത് വളരെ 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 സീരിയസ് ആയിട്ടാണ് ഇഷ്യൂ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി എടുത്തിരിക്കുന്നത്. കാരണം ഇത് തന്നെയാണ്, കാരണം ഗ്ലോബലായിട്ട് ടെററിനെ ലോകം എല്ലാം പേടിക്കുവാണ്. അപ്പം അതിനെ സഹായിക്കുന്ന രീതിയിൽ ഈദ്ഗാഹിൻ്റെ അന്ന് ഇതേപോലെ ഒരു പ്രസംഗം നടത്തിയ ആള് മേയറായിട്ട് തുടരണോ വേണ്ട, ഇതാണ് ചോദ്യം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ കാര്യം കൊണ്ട് തന്നെ കീറ്റ് സ്റ്റാമർക്ക് അയാൾക്ക് തന്നെ അയാളുടെ മന്ത്രിസഭയുടെ സ്റ്റെബിലിറ്റി തന്നെ ഇല്ലാതായിപ്പോൾ. കാരണം എല്ലാത്തിനും അമേരിക്ക ആശ്രയിക്കേണ്ട ഒരു രീതിയാണ് ബ്രിട്ടൻ്റെ ഇപ്പോഴത്തെ എക്കോണമിയുടെ ലെവലെന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സാദിഖ് ഖാനെ പുറത്താക്കുക അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്ത് പോകുന്ന സാഹചര്യമാണ് അവിടെ വരുന്ന വാർത്തകളിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്, അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ₹1 അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായി ₹1 അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത്
ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.